വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ദാവത്തും ജിഹാദും എന്ന പുസ്തകത്തിന്റെ പേരിൽ കോഴിക്കോട് നന്മ ബുക്സ് ഉടമയെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് കോഴിക്കോട്ടെ പ്രമുഖ ഇസ്ലാമിക പ്രസാധനാലയങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയത്. തിരൂരങ്ങാടി ബുക്സ്, വചന ബുക്സ്, ദാവ ബുക്സ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, അയ്യൂബി ബുക്സ്, അൽഹുദ ബുക്സ് എന്നിവിടങ്ങളിൽ പരിശോധന നടന്നു. ദാവത്തും ജിഹാദും, അസവർണർക്ക് നല്ലത്, ഇസ്ലാം എന്നീ പുസ്തകങ്ങൾ തേടിയെത്തിയ പോലീസ് മറ്റു ചില പുസ്തകങ്ങളും കൊണ്ടുപോയി. മന്ത്രി എം.കെ. മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഒലിവ് ബുക്സ് പ്രസിദ്ധീകരിച്ച കാക്കിയും വർഗീയ കലാപങ്ങളും എന്ന പുസ്തകത്തിന്റെ വിവർത്തനവും ഇതിൽപ്പെടും. രാജ്യത്തെ വർഗീയ കലാപങ്ങളിൽ പോലീസിന്റെ പങ്കിനെക്കുറിച്ച പഠനഗ്രന്ഥമാണിത്. ദാവത്തും ജിഹാദും എന്ന പുസ്തകമെഴുതിയ ആന്ധ്രാപ്രദേശ് സ്വദേശി അബ്ദുൽ അലീം ഇസ്ലാഹിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അലീമിനെ തേടി ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഇതിന്റെ വിവർത്തകനും പ്രസാധകനും വിൽപ്പന നടത്തിയ തിരൂരങ്ങാടി ബുക്സ് ഉടമയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളല്ലാത്തവരെ കേസുകളിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ ഇസ്ലാമിക പുസ്തകങ്ങളുടെ മേൽ നടക്കുന്ന ഇപ്പോഴത്തെ റെയ്ഡ് വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് നടത്തുന്ന ഈ റെയ്ഡ് സമൂഹത്തിനകത്ത് തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഇസ്ലാമിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പുതിയ തലമുറ യുവജനങ്ങളെ വളരെയധികം അവരെപ്പറ്റി തെറ്റായ സങ്കല്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുള്ളൂ. സംസ്ഥാന പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് നിർദ്ദേശപ്രകാരമാണ് നന്മ ബുക്സ് എം.ഡി. പി.കെ. അബ്ദുറഹ്മാനെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അബ്ദുറഹ്മാനെ ചോദ്യം ചെയ്തതായി അറിയുന്നു. മീഡിയ 1 കോഴിക്കോട്.